ഇതിനിടയ്ക്ക് ദിലീപ് ഒരു ആവശ്യം കോടതി മുൻപാകെ വിചാരണ കോടതി മുൻപാകെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ദിലീപിന്റെ പാസ്പോർട്ട് കോടതിയിൽ ഹാജരാക്കിയിരുന്നതാണ്. ആ പാസ്പോർട്ട് വിട്ടുകിട്ടണം. കേസിൽ വെറുതെ വിട്ട പശ്ചാത്തലത്തിൽ പാസ്പോർട്ട് വിട്ടുകിട്ടണമെന്ന ആവശ്യം നടൻ ദിലീപ് കോടതിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പോൾ 6 പ്രതികളെയും കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. കേസ് കോടതി എടുക്കുകയും ചെയ്തു. മറ്റ് കേസുകൾ പരിഗണിച്ചതിന് ശേഷം ഈ കേസ് കേൾക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കോടതി കേസ് മാറ്റിവെക്കുകയായിരുന്നു. എന്തായാലും ഇന്ന് തന്നെ ഈ കേസ് പരിഗണിക്കും. അതായത് ശിക്ഷാവിധിയിന്മേലുള്ള വാദം കേൾക്കും. 6 പ്രതികൾ 1 മുതൽ 6 പ്രതികളാണ് ഈ കേസിൽ കുറ്റക്കാരാണ് എന്ന് കണ്ടിട്ടുള്ളത്. ഗ്യാങ് റേപ്പ് അടക്കം കൂട്ടബലാത്സംഗം അടക്കം തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ശിക്ഷാവിധിയിന്മേലുള്ള വാദമാണ് ഇനി നടക്കുക. പരമാവധി ശിക്ഷ വേണം എന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടും. ബലാത്സംഗത്തിനുള്ള പരമാവധി ശിക്ഷ വേണം എന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടും. പ്രതികളുടെ അഭിഭാഷകർ ശിക്ഷയിൽ ഇളവ് വേണം, പരിഗണന വേണമെന്ന ആവശ്യമായിരിക്കും ഉന്നയിക്കുക. എന്തായിരിക്കും കോടതിയുടെ തീരുമാനം എന്ന് അറിയേണ്ടതുണ്ട്. അതിന് ഈ വാദം പൂർത്തിയായാൽ 6 പ്രതികളുടെയും ശിക്ഷയിന്മേലുള്ള വാദം പൂർത്തിയായാലാണ് ശിക്ഷാവിധി സംബന്ധിച്ച ഉത്തരവ് പറയുക. ഉത്തരവ് ഇന്ന് എന്തായാലും ഉച്ചയ്ക്ക് ശേഷമേ ഉണ്ടാവൂ, അതിനു മുമ്പ് ഉണ്ടാവില്ല. ഈ വാദം കേട്ടതിന് ശേഷമായിരിക്കും ഉത്തരവ് ഉണ്ടാവുക. ശിക്ഷാവിധി പറയുന്നത് അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കുമോ എന്ന് നമുക്ക് പൂർണ്ണമായും ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. കാത്തിരിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തന്നെ വിധി പറയാനും മതി. കേസ് എന്തായാലും പരിഗണിച്ചതിന് ശേഷം മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് എറണാകുളം സെഷൻസ് കോടതിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വാർത്ത. എറണാകുളം സെഷൻസ് കോടതിയിലെ ജഡ്ജി ഹണി എം വർഗീസ് ആണ് ഈ കേസ് കേൾക്കുന്നത്. 1 മുതൽ 6 വരെ പ്രതികളാണ് ഈ കേസിൽ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തപ്പെട്ടിരിക്കുന്നത്. പൾസർ സുനി, മാർട്ടിൻ ആന്റണി, ബി മണികണ്ഠൻ, വി പി വിജീഷ്, എച്ച് സലീം, ചാത്തങ്കരി പ്രദീപ്, ഇങ്ങനെ 1 മുതൽ 6 പ്രതികൾ കേസിൽ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ഈ പ്രതികളുടെ ശിക്ഷയിന്മേലുള്ള വാദമാണ് ഇനി നടക്കേണ്ടത്. വിധി എന്തായാലും വൈകും. എപ്പോൾ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുകയില്ല. രാഗിൻ വീണ്ടും തുടരുന്നുണ്ട്. രാഗിൻ, അല്പസമയത്തിനകം അതായത് 1 മണിക്കൂറിന് ശേഷം വാദം കേൾക്കുമെന്ന സൂചന കോടതിയിൽ നിന്ന് വരുന്നുണ്ട്. മറ്റേതെങ്കിലും പ്രധാനപ്പെട്ട കേസുകൾ ഇന്ന് ജഡ്ജിയായിട്ടുള്ള ഹണി വർഗീസിന് മുമ്പിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടോ വാദം കേൾക്കാനായി? അത്തരത്തിൽ പ്രധാനപ്പെട്ട കേസുകളല്ല, മറിച്ച് സാധാരണഗതിയിൽ ഉണ്ടാകുന്ന കേസുകളാണ്. അത് സ്വാഭാവികമായിട്ടും ചില അല്ലെങ്കിൽ വിശദീകരണം ചോദിക്കുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, അത് സ്വാഭാവികമായിട്ടും ഓരോ ദിവസം നടക്കുന്ന കോസ്റ്റ് ലിസ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള കേസാണ്. പക്ഷേ ഇത് അല്പം സമയമെടുക്കുന്ന ഒരു പ്രക്രിയയാണ് ഇത് ഈ ശിക്ഷയിന്മേലുള്ള വാദം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് കേസുകൾ വേഗത്തിൽ തീർത്ത ശേഷം ഇത് കേൾക്കാം എന്നതാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. നമുക്കതിന് കൃത്യമായിട്ടുള്ളൊരു സമയം പറയാൻ കഴിയില്ല. ആദ്യഘട്ടത്തിൽ വരേണ്ട കേസുകൾ പരിഗണിച്ച ശേഷം ഒരുപക്ഷെ ഉച്ചയ്ക്ക് മുൻപ് തന്നെ ഈ ശിക്ഷയിന്മേലുള്ള വാദം നടക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ കോടതി വിധി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഏറെക്കുറെ തയ്യാറായിരിക്കും. അതിനോടൊപ്പം ഇന്ന് നടക്കുന്ന ഈ ശിക്ഷയിന്മേലുള്ള വാദം അത് പ്രതിഭാഗത്തിന്റെയും പ്രോസിക്യൂഷന്റെയും ഈ ഉത്തരവിന്റെ ഭാഗമാക്കി മാറ്റേണ്ടതായിട്ടുണ്ട്. അതിനെടുക്കുന്ന സമയം, അങ്ങനെ എടുക്കുന്ന സമയത്തിൽ 5 മണിവരെ കോടതി നടപടിക്രമങ്ങളുണ്ട്. ഒരുപക്ഷെ ഇന്ന് തന്നെ ഉണ്ടാകാം, അല്ലെങ്കിൽ അത് മാറ്റിവെക്കപ്പെടുകയും ചെയ്യാം. ഇതാണ് ആ ഒരു കാര്യം എന്ന് പറയുന്നത്. അത് സ്വാഭാവികമായിട്ടും എല്ലാ നടപടികളും ഇതിന്റെ കോടതിയുടെ ഒരു ഡിസ്ക്രിപ്ഷൻ, കോടതിയുടെ തീരുമാനപ്രകാരമായിരിക്കും നടക്കുക. ഇതിൽ ഈ വകുപ്പുകളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും പറയുന്നു വരുന്നത് ഒന്ന് 120A 120B, അതായത് ക്രിമിനൽ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട വകുപ്പ് തന്നെയാണ്. അത് ഈ പ്രതികൾ തമ്മിൽ നടത്തിയിട്ടുള്ള ഗൂഢാലോചനയും. മറ്റൊന്ന് തടഞ്ഞുവെക്കലാണ്. ഇത്തരത്തിൽ തടഞ്ഞുവെക്കലുമായി ബന്ധപ്പെട്ട കുറ്റം തെളിഞ്ഞിട്ടുണ്ട്. കൂടാതെ സ്ത്രീക്ക് നേരെ നടത്തുന്ന ആക്രമണം, അത് പലതരത്തിൽ ഉള്ള കാര്യങ്ങൾ ഇതിൽ ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുൾപ്പെടെയുള്ള വകുപ്പുകൾ ഇതിന്റെ ഭാഗമായി വരികയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന് പ്രധാനപ്പെട്ട 376D, അതായത് കൂട്ടബലാത്സംഗം, ഗ്യാങ് റേപ്പ്, അതാണ് പരമാവധി ശിക്ഷ ലഭിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ പരമാവധി ശിക്ഷ ഒരു പ്രതിക്ക് കൊടുക്കാൻ കഴിയുന്ന വകുപ്പ്. അത് 20 വർഷം ഏറ്റവും കുറഞ്ഞത്, അത് മുതൽ ലൈഫ് വരെ കിട്ടാം. അപ്പോൾ ആ പരമാവധി ശിക്ഷയായിരിക്കും അത് സ്റ്റാൻഡ് ചെയ്യുന്ന ഘട്ടത്തിൽ ഈ പ്രതികളിലേക്ക് എത്തുക. മറ്റ് ഓരോ വകുപ്പുകളിലും കോടതി പ്രത്യേകം ശിക്ഷ വിധിക്കുമെങ്കിലും സാധാരണഗതിയിൽ ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി. അതായത് ഏറ്റവും കൂടുതൽ ശിക്ഷ ലഭിക്കുന്ന വകുപ്പ് ഏതാണോ ആ വകുപ്പിനുള്ള ശിക്ഷ പ്രതികൾ അനുഭവിച്ചാൽ മതി. അതിൽ നിന്ന് ജയിലിൽ കിടന്ന വർഷം സാധാരണഗതിയിൽ ഇളവ് ചെയ്ത് കൊടുക്കാറുമുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു നടപടിക്രമവും അല്ലെങ്കിൽ അതിൻ്റെ ഒരു രീതിയുമായി സാധാരണഗതിയിൽ വരുന്നത്. എന്തായാലും കോടതി ഇതുമായി ബന്ധപ്പെട്ട കേസ് വിളിക്കുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും പ്രതികൾക്ക് കേൾക്കാനുള്ള കാര്യങ്ങൾ കേൾക്കും. അതിൽ പരമാവധി ശിക്ഷ തങ്ങൾക്ക് കുറയ്ക്കണം എന്നൊരാവശ്യമായിരിക്കും എല്ലാ പ്രതികളും സാധാരണഗതിയിൽ മുന്നോട്ട് വയ്ക്കുക. അതോടൊപ്പം തന്നെ ഇതിൽ ഈ പ്രതികൾക്ക് എത്ര ശിക്ഷ കിട്ടുന്നു എന്നതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട വിധിന്യായം. അതിൽ ഈ 1-ാം പ്രതിയെയും, അതായത് പൾസർ സുനിയെയും, 8-ാം പ്രതി ദിലീപിനെയും ബന്ധിപ്പിക്കുന്ന തെളിവുകൾ പ്രോസിക്യൂഷൻ കോടതിയിൽ ഒട്ടനവധി സമർപ്പിച്ചിരുന്നു. അതായിരുന്നു ഈ കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർണായക ഘട്ടവും നിർണായകമായിട്ടുള്ള ഒരു സമയവും എന്ന് പറയുന്നത്.
അതുമായി ബന്ധപ്പെട്ട തെളിവുകളടക്കം സമർപ്പിച്ചു എന്നാണ് പ്രോസിക്യൂഷനും നേരത്തെ വ്യക്തമാക്കിയത്. പക്ഷേ ആ തെളിവ് കോടതി അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് 8ാം പ്രതിയെ കോടതി വെറുതെ വിട്ടത്, ദിലീപിനെ വെറുതെ വിട്ടത്. അപ്പോൾ എന്തൊക്കെയാണ് പ്രോസിക്യൂഷൻ സമർപ്പിച്ചു എന്ന് പറയുന്ന തെളിവുകളിൽ കോടതിക്ക് അത് സ്റ്റാൻഡ് ചെയ്യാതെ പോയതിൻ്റെ കോടതിയുടെ ബോധ്യം എന്താണ് എന്ന കാര്യം ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ പ്രസക്തമാണ്. അത് ഈ പറയുന്ന ദിലീപുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നുണ്ട്. അതോടൊപ്പം പ്രോസിക്യൂഷനും വളരെ കാര്യമായി തന്നെ ഇത് നോക്കുന്നുണ്ട്. കാരണം പ്രോസിക്യൂഷൻ വ്യക്തമാക്കുന്നത് തങ്ങൾ പരമാവധി തെളിവുകൾ ശേഖരിച്ച് നൽകിയതാണ്. അതായത് ഈ പറയുന്ന ഗൂഢാലോചനയുടെ പൾസർ സുനിയും ദിലീപും തമ്മിൽ നടത്തിയ ഗൂഢാലോചനയുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഒട്ടനവധി ശേഖരിച്ച് നൽകിയതാണ്. അതോടൊപ്പം തന്നെ ശബ്ദിക്കുന്ന തെളിവുകൾ, അതായത് ഓഡിയോ ക്ലിപ്പുകൾ, അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ, FSL റിപ്പോർട്ടുകൾ, ഇത്തരം കാര്യങ്ങളൊക്കെ സമർപ്പിച്ചതാണ് എന്നതാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. അതുകൊണ്ടാണ് പ്രോസിക്യൂഷന്റെ ആത്മവിശ്വാസവും വിചാരണ കോടതി അത് പരിഗണിക്കാതെ തള്ളിയെങ്കിൽ പോലും ഈ വസ്തുതകൾ കൃത്യമായിട്ട് പരിശോധിക്കാതെയാണ് ഇത്തരത്തിലുള്ളൊരു വിധി എന്ന നിലപാടിലാണ് പ്രോസിക്യൂഷൻ ഉള്ളത്. അതുകൊണ്ട് ഇതിനെ അപ്പീലിൽ പോകാം, മേൽക്കോടതിയിൽ അപ്പീൽ പോകാം. അങ്ങനെ അപ്പീൽ പോകുന്ന ഘട്ടത്തിൽ ഈ വാദങ്ങൾ, അതായത് തങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ പറയുന്ന തെളിവുകളൊന്നും തന്നെ വിചാരണ കോടതി പരിഗണിച്ചില്ല എന്ന വാദമായിരിക്കും ദിലീപിനെതിരെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മറ്റു പ്രതികളെ വെറുതെ വിട്ടതിനെതിരെ പ്രോസിക്യൂഷൻ മേൽക്കോടതിയിൽ ഉന്നയിക്കുക. പക്ഷേ അപ്പോഴും ഈ വിചാരണ കോടതിയുടെ ബോധ്യങ്ങൾ എന്ത് എന്നത് ഈ ഒരു കേസിന്റെ മർമ്മപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ആ ബോധ്യങ്ങൾ ഈ കേസിൽ വളരെ പ്രധാനമായും ഈ കേസിന് മുന്നോട്ട് പോക്കിൽ വരികയും ചെയ്യും. ദിലീപിനെ സംബന്ധിച്ചിടത്തോളം തനിക്കെതിരെ നടന്ന ഗൂഢാലോചനയാണെന്ന വാദമാണ് ദിലീപ് ഉയർത്തുന്നത്. പരസ്യമായി പ്രതികരിക്കുകയും ചെയ്തിരുന്നു കേസിൽ വെറുതെ വിട്ട ശേഷം. അപ്പോൾ ദിലീപുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളും കോടതിയുടെ ഈ പറയുന്ന വാദഗതികൾ ഉന്നയിച്ചുകൊണ്ട് തനിക്കെതിരെ ഗൂഢാലോചന നടന്നു എന്ന വാദം ഉയർത്തിക്കാട്ടി നിയമപോരാട്ടത്തിന് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയും ഇതൊരു നിയമപോരാട്ടത്തിലേക്ക്, വലിയ പ്രോസസ്സിലേക്ക് കാര്യങ്ങൾ പോകും എന്നതും തീർച്ചയാണ്. അത് സുപ്രീം കോടതി വരെ പോകാനുള്ള സാധ്യതകളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട നിയമപോരാട്ടം നീളും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സുപ്രീം കോടതിയിലെ ഈ കേസ് അവസാനിക്കുകയുള്ളൂ. നമ്മൾ വിചാരണ കോടതിയുടെ വിധി കാത്തിരിക്കുന്നത്. എന്തെല്ലാം കാരണങ്ങളാൽ 8ാം പ്രതിക്ക് മേലുള്ള ഗൂഢാലോചനാ കുറ്റം കോടതി തള്ളി, എന്തുകൊണ്ടാണ് പ്രോസിക്യൂഷൻ സമർപ്പിച്ചിട്ടുള്ള തെളിവുകൾ, എവിഡൻസുകൾ അപ്രീഷിയേറ്റ് ചെയ്യാതിരുന്നത്, എന്താണ് അതിന് കാരണം തുടങ്ങിയ കാര്യങ്ങൾ വിധിപ്പകർപ്പ് കിട്ടിയാലാണ് അറിയാൻ പോകുക.